ഈ വീഡിയോ ഫുൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ പുറകിൽ കാണുന്ന ഈ വീട് ഏത് സിനിമാ താരത്തിൻ്റേതാണെന്ന്. പഴയ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും ഇതാരാണെന്നറിയാം. അഭിനയത്തിൻ്റെ ഉസ്താദ് എന്നറിയപ്പെടുന്ന കൊട്ടാരക്കര ശ്രീധരൻ നായർ സാറാണ്. പുതിയ തലമുറയിൽപ്പെട്ട എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല. അദ്ദേഹത്തിന് 7 പെൺമക്കൾ ഉൾപ്പെടെ 8 മക്കളാണുള്ളത്. അതിൽ പ്രശസ്ത സിനിമാ താരങ്ങളായ ശോഭ, സായികുമാർ എന്നിവരും ഉൾപ്പെടുന്നു. അദ്ദേഹം ഫാമിലിയോടുകൂടി താമസിച്ചിരുന്നത് കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടു പുറകിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട് വരുന്നത്. അതിനടുത്ത് തന്നെയുള്ള എൻ്റെ ബന്ധു വീട്ടിൽ പോയപ്പോൾ യാദൃച്ഛികമായി ഞാൻ സാറിൻ്റെ വീട് കാണാനിടയായി. അതെനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കി. കാരണം ഇത്രയും വലിയ പ്രശസ്തമായ ഒരാളിൻ്റെ വീടിൻ്റെ അടുത്താണ് ഞാൻ എത്തിയതെന്ന് ഓർത്തപ്പോൾ ഞാൻ വളരെയധികം പുളകം കൊണ്ടുവന്ന് പറയാം. രോമാഞ്ചം. അതിനടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഇടയിലായിട്ട് വരും അദ്ദേഹത്തിൻ്റെ വീട്. ഇതാണ് അമ്പലത്തിൻ്റെ ഭാഗത്ത് നിന്ന് പോകുമ്പോൾ നമ്മൾ കാണുന്ന അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പാർട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ബാക്ക് സൈഡാണ് കേട്ടോ. ഇതാണ് അമ്പലം. ഇത്രയും വളരെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതൊരു ബാക്ക് സൈഡായിട്ട് വരും. അവിടെ എന്തോ ഇപ്പോൾ വേറെ ആൾക്കാരുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ അവർ കുറേ എക്സ്റ്റൻഷൻസ് ഒക്കെ നടത്തിയിട്ട് ബാക്ക് സൈഡൊക്കെ ഏതോ റെൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു ഗവൺമെൻറ് സ്ഥാപനം നടക്കുന്നുണ്ട്. പക്ഷേ ഫ്രണ്ട് സൈഡ് ആൾക്കാർ താമസിക്കുന്നുണ്ട്. എന്നാലും ഒരു വലിയ കലാകാരൻ ജീവിച്ചിരുന്ന വീടാണെന്ന് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ആകെ ഒരു നല്ലൊരു വൈബ് ഉണ്ടാകും. അതൊരു പക്ക റെസിഡൻഷ്യൽ ഏരിയയാണ്. പഴയ വീടുകൾ ഒരുപാടുണ്ട്, പുതിയ വീടുകളും വന്നിട്ടുണ്ട്. അദ്ദേഹം എത്രയോ ഫിലിമുകളിൽ അഭിനയിച്ച് കഥാപാത്രങ്ങളെ അനശ്വരമാക്കി എത്രയോ അവാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. എന്നിട്ടും ഈ ഒരു ചെറിയ വീട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് എന്നോർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലാളിത്യം നമുക്ക് മനസ്സിലാകും. കൊല്ലം. അപ്പൊ ഇവിടുന്ന് ഏതൊക്കെ ട്രെയിനാ പോകുന്നേ? ശരി. ഇപ്പൊ ഏതൊക്കെ ട്രെയിൻ? ഇപ്പൊ പോയ മധുര അല്ല, ഇത് പോയത് മധുര ട്രെയിൻ അല്ലേ? ഓ, ഇതാണ് ഫ്രണ്ട്. നമ്മൾ കണ്ടത് ബാക്കാണ്. അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ചേർന്നിരിക്കുന്നുണ്ടല്ലേ. പക്ഷെ അവിടെ താമസിക്കുന്ന അവർക്ക് ഭയങ്കര ഒരു ഇതല്ലേ. അല്ല, അവിടെ താമസിക്കുന്നവർക്ക് ഇതാണ്. ഇതൊന്നും മാറ്റിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഇത് അതേപോലെ തന്നെ കീപ്പ് ചെയ്തേക്കുവാണ്. കൊള്ളാം കേട്ടോ. എന്തായാലും അപ്പൊ ഇതിന്റെ ബാക്കാണോ നമ്മൾ അംഗൻവാടി എന്നൊക്കെ പറഞ്ഞ് കണ്ട? ഓക്കെ. ഫ്രണ്ടിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട്. പക്ഷേ ദേവീ ക്ഷേത്രമുണ്ട്. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഒരു നല്ല അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ. ഇതെനിക്ക് ഒരു ആക്സിഡൻ്റലി വീണ് കിട്ടിയ സംഭവമാണ്. കൊട്ടാരക്കര വഴി നിങ്ങൾ ട്രെയിനിൽ പോവുകയാണെങ്കിൽ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുമ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് ഈ വീട് കാണാൻ പറ്റും. അങ്ങനെ അതിനടുത്ത് തന്നെ ഒരു ക്ഷേത്രവുമുണ്ട്. കൊട്ടാരക്കര സിറ്റിയിൽ നിന്നും വളരെ അടുത്താണെങ്കിലും ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ ശരിക്കും ഒരു ഗ്രാമാന്തരീക്ഷമാണ്. അമ്പലവും കാവും എല്ലാം ഉള്ള ഒരു നല്ലൊരു പ്രദേശം. അവിടെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ആ സ്ഥലം അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. കുറേ സ്ഥലം കാവുണ്ടല്ലോ. ഓ, ഇതെന്ത് കാടായതുകൊണ്ടാണോ? ഇത് ഉണങ്ങിയായിരുന്നു. അപ്പോൾ അത് മറിഞ്ഞ് അതിന്റെ പേടി വീണാൽ അപകടം പറഞ്ഞു. ഓ, ശരി. ഇവിടെ ഉണ്ടല്ലേ. ദൈവത്തിന്റെ അനുവാദം പിടിക്കണം. കാവും അമ്പലവും ഇന്നും അതേപടി നിലനിർത്തുന്നുണ്ട്. അപ്പോൾ അന്ന് എന്തുമാത്രം ഗ്രാമാന്തരീക്ഷമായിരുന്നു എന്ന് നമ്മൾ ഓർത്തു നോക്കിയാൽ മതി. ഈ കാവലിനകത്ത് ധാരാളം മരങ്ങളുണ്ട്, ഔഷധ സസ്യങ്ങളുണ്ട്.
മരങ്ങൾ വളരെ വലുതായി അത് കേടുവന്ന് താഴെ വീഴാൻ തുടങ്ങുമ്പോൾ അത് 2 മരങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു. അതിൻ്റേതായ ആചാരപ്രകാരമാണ് മരങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം അതേപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അമ്പലവും അതേപോലെ തന്നെ നല്ല ഒരു ഐശ്വര്യമുള്ള ഒരു അമ്പലം. ഞാൻ അവിടെ കയറി തൊഴുതു. അമ്പലത്തിൽ പോകാനുള്ള ഒരു തയ്യാറെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ അറിയില്ലായിരുന്നു അവിടെ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. ശ്രീധരൻ നായർ സാറിൻ്റെ വീടും അതിൻ്റെ അടുത്ത് അമ്പലവും റെയിൽവേ സ്റ്റേഷനും ഇതെല്ലാം ഞാനങ്ങനെ വിചാരിച്ചിരിക്കാതെ വീണ് കിട്ടിയ സംഭവങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ കയറി തൊഴുതു. നന്നായിട്ട് മനസ്സ് നിറഞ്ഞു. ഇങ്ങനെ ഒരു ശ്രീധരൻ നായർ സാറിൻ്റെ വീടോ സായികുമാർ ജനിച്ചു വളർന്ന വീടൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നിയിരുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.